ഇന്റഗ്രേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു കഴിയുമ്പോൾ ബ്രാക്കറ്റിനകത്ത് നമുക്കൊരു ടേം തന്നിട്ടുണ്ടെങ്കിൽ ആ ബ്രാക്കറ്റിനകത്ത് എടുക്കുന്നതിനായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ബ്രാക്കറ്റിനകത്ത് ആരാ എടുക്കണേ, കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പം നമുക്ക് ആർക്കായിരിക്കും അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? ടി ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുക്കണം. എപ്പോഴും ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നതിനായിരിക്കും കൊടുക്കേണ്ടത്, പവറിന് കൊടുക്കരുത്. പവർ വരുന്നതിന് നമ്മൾ നോക്കണം അതിന്റെ ഡെറിവേറ്റീവ് ആണോ അവിടെ കിടക്കണമെന്ന് നോക്കണം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അറിയാം കോസ് ഇൻവേഴ്സ് എക്സിന് ടി എന്ന് കൊടുത്താൽ അതിന്റെ ഡെറിവേറ്റീവ് എവിടെ കിടക്കണം അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കി തന്നെ എഴുതാം, ഡി ടി എന്ന് പറയുന്നത് 1/√1 - s² ആണ്. ഡെറിവേറ്റീവിനകത്ത് സി വന്നു കഴിഞ്ഞാൽ ആൻസറിൽ എന്ത് വരും? മൈനസ് വരും. ഡി എക്സ് അങ്ങനെ തന്നെ എഴുതി. അപ്പൊ ഇവിടെ നോക്കി തന്നെ എഴുതാം, ഡി എക്സ് കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/√1 - s². പിന്നെ ക്വസ്റ്റ്യനിൽ സി ഉണ്ടെങ്കിൽ ആൻസറിൽ എപ്പോഴും എന്ത് വരും? നമ്മൾ പഠിച്ചേക്കണേ മൈനസ് വരും. അപ്പൊ നമ്മുടെ ഇക്വേഷനായി. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ വരും? ഈ കോസ് ഇൻവേഴ്സ് എക്സിന് പകരം ടി കൊടുത്തു, ടി². ഈ ഡി എക്സിനും √1 - s² പകരം നമ്മൾ നോക്കിക്കേ മൈനസ് നമുക്ക് ഇവിടെ കൂടുതലല്ലേ. അപ്പൊ ആ മൈനസ് ഇവിടെ കൊടുക്കുക, ഡി ടി കൊടുക്കുക. കാരണം ഇവിടെ കോസ് ഇൻവേഴ്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ √1 - s² ഉള്ളൂ. അവിടെ ഈ ഒരു മൈനസ് നമുക്ക് കൂടുതലായിട്ട് വരുന്നതാണ്. ആ മൈനസ് നമ്മുടെ ആൻസറിലേക്ക് വരും, മൈനസ് ഡി ടി വരും. ഇനി ടിക്കല്ലേ നമ്മൾ എന്തിനാ കൊടുത്തേ? കോസ് ഇൻവേഴ്സ് എക്സിനല്ലേ ടി എന്ന് കൊടുത്തേ. അപ്പൊ ടി² ഡി ടി വരും. ഇനി ടി² ഇന്റഗ്രൽ എന്നാ വരും? t³ / 3 വരും, പ്ലസ് സി വരും. ഇനി ടിക്ക് ആരെ കൊടുക്കണം? ഈ കോസ് ഇൻവേഴ്സ് എക്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ കോസ് ഇൻവേഴ്സ് എക്സ് ⁻³ ഡിവൈഡഡ് ബൈ 3 പ്ലസ് സി. അപ്പൊ ഏതൊരു ക്വസ്റ്റിനകത്തും ബ്രാക്കറ്റിനകത്ത് ഒരു പ്രോബ്ലം കിടന്ന അതിന് ടി ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് കൊടുക്കാം. എന്നിട്ട് അതിന്റെ ഡെറിവേറ്റീവ് എടുക്കാം. ഡി ടി സമ കോസിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ -1/√1 - s² dx. ഇനി ഇവിടെ നോക്കാം, ഈ നെഗറ്റീവ് ഫംഗ്ഷൻ അവിടെ നമുക്ക് ആവശ്യമില്ല. അപ്പൊ നെഗറ്റീവിനെ നമ്മൾ ഈ ആൻസറിലേക്ക് വിട്ടു. അപ്പൊ മൈനസ് ഡി ടി വരും, അത് ഔട്ട്സൈഡ് ബ്രാക്കറ്റിൽ എഴുതുക. മൈനസ് ടി² വരും. ടി² ഇന്റഗ്രൽ t³ / 3 വരും. ഇനി ടിക്ക് വരെ ആരെ കൊടുക്കണം? നമ്മൾ എന്താണോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത ആ വാല്യൂ നമ്മൾ അവിടെ തിരിച്ചു കൊടുക്കണം.